ഇസ്രായേലിയർ ചെങ്കടൽ കടന്നു പോയതുപോലെ ഞങ്ങളും പല തോടുകൾ കടന്നാണ് സ്വപ്നങ്ങളിലെ ഗ്രാമങ്ങളിലെത്തുന്നത്. അത്തരം 2 ഗ്രാമങ്ങളാണ് തനന്താവയും അണ്ട്രാനു കറാത്തുവും. വിശുദ്ധ അന്ത്രോസ്ലീഹായുടെ തിരുനാൾ ദിനത്തിലാണ് അണ്ട്രാനു കറാത്ത് ഗ്രാമത്തിൽ ആദ്യ ബലി അർപ്പിക്കുന്നത്. അവിടുത്തെ വിശ്വാസ സമൂഹത്തെ സ്ലീഹായെ ഭരമേൽപ്പിച്ചു. ഈ ജൂലൈ 14 അവിടേക്ക് കുർബാനയ്ക്കായി പോകുന്നതിൻ്റെ 3 ദിവസം മുൻപ് അവിടെ ഒരു അത്യാഹിതമുണ്ടായി. ഒരു കുഞ്ഞ് തീ പൊള്ളലേറ്റ് മരിച്ചു. കുർബാനയ്ക്ക് ചെന്നപ്പോഴാണ് ഞങ്ങൾ ഇതറിഞ്ഞത്. ഒരു ഉച്ചയ്ക്ക് അടുപ്പിൽ നിന്നും പുല്ലുമഞ്ഞ കുടിലിന് തീ പിടിച്ചപ്പോൾ 9 വയസ്സായ സുളുഫുവും 5 വയസ്സായ ഫെർഡിനാൻഡും 9 മാസം പ്രായമായ മറിയ എന്ന കൈക്കുഞ്ഞുമാണ് വീട്ടിലുണ്ടായിരുന്നത്. മുതിർന്നവർ പണിസ്ഥലത്തായിരുന്നു. തീ പടർന്നു പിടിച്ചപ്പോൾ അവൻ നിലവിളിച്ച് മുതിർന്നവരെ അന്വേഷിച്ചു. ഫെർഡിനാൻഡിനെ അവൻ വീടിന് പുറത്തു കടത്തി ഉറങ്ങിക്കിടന്നിരുന്ന കുഞ്ഞു മറിയയെ രക്ഷിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതിനിടയിൽ സുളുഫിനും പൊള്ളലേറ്റു. ആളിക്കത്തിയ തീയിൽ നിന്നും കുഞ്ഞിനെ രക്ഷിക്കുവാൻ അവന് കഴിഞ്ഞില്ല. ഞങ്ങൾ അന്നത്തെ കുർബാന അവർക്ക് വേണ്ടിയാണ് സമർപ്പിച്ചത്. പൊള്ളലേറ്റ ശരീരവുമായി അമ്മാമയോടൊപ്പം സുളുഫും പ്രാർത്ഥനയ്ക്ക് വന്നിരുന്നു. ഈ ദുരന്തത്തിനു ശേഷം അന്നത്തെ സുവിശേഷ വായന കേൾക്കുവാൻ ഇമ്പമുള്ളതായിരുന്നില്ല. കഫർനാമേ, നിനക്ക് ദുരിതം, പാതാളം വരെ നീ താഴ്ത്തപ്പെടും. നിന്നിൽ സംഭവിച്ച അത്ഭുതങ്ങൾ സോദോമിൽ സംഭവിച്ചിരുന്നുവെങ്കിൽ അത് ഇന്നും നിലനിൽക്കുമായിരുന്നു. താൻ വന്നത് രക്ഷിക്കാനാണ് എന്ന് പറഞ്ഞ ഈശോ എന്താ ഇങ്ങനെ കഠിനവാക്കുകൾ പറഞ്ഞത്? അതവിടുത്തെ മനോവ്യഥയുടെ ബഹിർസ്ഫുരണമായിരുന്നു. തൻ്റെ സാന്നിധ്യം മൂലം ഉയർത്തപ്പെട്ട നഗരം തങ്ങളുടെ അലസത മൂലം പാതാളം വരെ താഴുന്നത് പ്രവചിച്ചതായിരുന്നു ഈശോ. ഭക്ഷണം കഴിച്ചാൽ വയർ മാത്രം വളർന്ന് കൈകാലുകൾ ശോഷിച്ചിരുന്നാൽ നാം വികലാംഗരാകും. ശരീരം വളർന്ന് ബലം പ്രാപിച്ചാലും മനസ്സ് വളരാതെ പൊട്ടനായാൽ നാം വികലാംഗനാണ്. ശരീരവും മനസ്സും വളർന്നാലും ആത്മീയമായി വളർന്നില്ലെങ്കിൽ, ഈശ്വരാനുഭവത്തിലേക്ക് വരുന്നില്ലെങ്കിൽ നാം വീണ്ടും വികലാംഗൻ തന്നെയാണ്. ഈ വൈകല്യങ്ങൾ മാറ്റാൻ നമുക്ക് 3 തരത്തിലുള്ള പോഷണം വേണം: ഭക്ഷണവും പഠനവും പ്രാർത്ഥനയും. ഇതിലൊന്നു കുറഞ്ഞാൽ നാം വികലാംഗരാകും. ഈ ദുരന്തത്തിനെതിരെയാണ് ഈശോ മുന്നറിയിപ്പ് നൽകിയത്. 2 ഗ്രാമങ്ങളിലും ഞങ്ങളുടെ അപേക്ഷ ഒന്ന് തന്നെയായിരുന്നു: നാം വളരണം, പക്ഷെ വളർച്ച ഒരു തലത്തിൽ മാത്രം ഒതുക്കി നിർത്തരുത്. ഭക്ഷിക്കാൻ മാത്രമല്ല, കുട്ടികൾ പഠിക്കാനും പ്രാർത്ഥിക്കാനും നാം അനുവദിക്കണം. എന്നാലേ അവർ വികലാംഗരാകാതെ പൂർണ്ണ ആരോഗ്യമുള്ളവരാകും. സുളുഫിൻ്റെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം പരിശുദ്ധാത്മാവിൻ്റെ കരുതൽ ഈ ഗ്രാമീണർക്ക് ലഭിക്കാൻ വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. മഡഗാസ്കറിൽ നിന്നും ഫാദർ ജോൺസൺ തളിയത്ത്.